ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ വൈദ്യുവിനെ ക്ലാസ്സിൽ വിട്ടതിന് ശേഷമുള്ള ഒരു വ്ളോഗാണ്. അവൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇഞ്ചി പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ അടുക്കളയ്ക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് പ്ലേസായ മേശയമ്മ വന്നിരുന്നു കേട്ടോ. എനിക്ക് ടി വി കണ്ടിട്ട് സാവധാനം പോലെ അരിയാതെ ഇപ്പോൾ വൈദ്യുവിനിപ്പോൾ ഞാൻ കൊണ്ടാക്കിയപ്പോൾ എനിക്ക് അധികം പണികളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ സാവധാനം പോലെ ടി വി കണ്ടിട്ട് ഇവിടെയാണ് എനിക്ക് സാധനങ്ങൾ അരിയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ടാട്ടോ അരിയുക. അങ്ങനെ ഞാൻ ഇഞ്ചിപ്പുളിയിലേക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞെടുത്തു. ഞാൻ അതിനുശേഷം പുളി വെള്ളത്തിലിട്ടത് നന്നായി ഞെരടിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞെരടിയെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു പുളിവെള്ളം കിട്ടും നമുക്ക്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, വേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, അരിഞ്ഞേച്ച് ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാനായിട്ട് വേണ്ടത്. അങ്ങനെ ഗോൾഡൻ കളറായപ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളകും പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ച പുളിവെള്ളമല്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഇട്ട് കൊടുക്കുക. ഞാൻ 2 അച്ച് ശർക്കരയാണ് ഇടുന്നത്. അത് പുളിക്കനുസരിച്ചിരിക്കും. പുളി ഇപ്പോൾ നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതലിടേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര കുറവിട്ടാൽ മതി കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് മധുരം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇടാം കേട്ടോ ശർക്കര. അതൊന്ന് വറ്റി വരുന്ന നേരം കൊണ്ട് ഞാൻ പോയിരുന്ന ടി വി കണ്ടു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് കേട്ടോ കിളിച്ചുണ്ട മാമ്പഴം. അപ്പം അങ്ങനെ പടയിരുന്ന് കണ്ട് കുറച്ച് നേരം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് മൂടി വെച്ചു വിട്ടാൽ ഒന്ന് ഇരുന്നൊന്ന് സെറ്റാവും പിന്നെ. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.